തമിഴക വെട്രിക്കഴകം നേതാവ് വിജയുടെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് രണ്ടുപേർ മരിച്ചു എന്ന വിവരം ഇപ്പോൾ വരുന്നു. തമിഴ്നാട് കരൂരിലാണ് തമിഴ് വെട്രിക്കഴകം നേതാവ് വിജയുടെ റാലി ഇന്നുണ്ടായിരുന്നത്. വിജയെ കാണാനും അഭിവാദ്യങ്ങൾ അർപ്പിക്കാനും വേണ്ടി എത്തിയവരുടെ കൂട്ടത്തിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. 20-ലധികം പേർ കുഴഞ്ഞു വീണു. അതിൽ 10 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ആശുപത്രിയിൽ അവർ ചികിത്സയിലാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. കുഴഞ്ഞു വീണതിൽ 6 കുട്ടികളുമുണ്ട് എന്നതാണ് വേദനിപ്പിക്കുന്ന മറ്റൊരു വിവരം. ജനക്കൂട്ടം നിയന്ത്രണാതീതമായതോടെ വിജയ് പ്രസംഗം അവസാനിപ്പിച്ചു. മതിയായ ഇത്രയധികം ആളുകൾ വന്നു ചേരുന്നൊരിടത്ത് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നില്ല. വിജയ് തന്നെ ഇക്കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നതായി വിവരങ്ങൾ വരുന്നു. മുഹമ്മദ് റഹീസ് ഞങ്ങളുടെ പ്രതിനിധിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. റഹീസ്, ഇത് കരൂരിൽ നടന്ന ഈ റാലിയിൽ വേണ്ടത്ര സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ഉണ്ടായില്ലേ? വിജയ് ഇക്കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു എന്നാണല്ലോ അറിയാൻ കഴിയുന്നത്. 10 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? 6 കുട്ടികൾ ഈ കുഴഞ്ഞു വീണവരിൽ ഉൾപ്പെടുന്നു എന്ന് പറയുന്നു. ആ കുഞ്ഞുങ്ങളുടെ കാര്യം എന്താണ് അവിടെ സംഭവിച്ചത്? പുതിയ വിവരങ്ങൾ എന്തൊക്കെ? യുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അതിനപ്പുറത്തേക്ക് കുട്ടികളുടെ നില, 3 കുട്ടികളുടെ നിലയാണ് ഇതിൽ ഗുരുതരമായിട്ടുള്ളത്. ഈ വിജയ് നേരത്തെ ഈ പരിപാടിക്ക് സുരക്ഷ ഒരുക്കിയിരുന്നില്ല എന്ന് പറയുമ്പോഴും ടിവിക്ക് പോലീസിന്റെ നിബന്ധനകൾ ഏതൊക്കെ പാലിച്ചിരുന്നു എന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഉയർന്നു വരുന്നത്. കാരണം വിജയ്ക്ക് ഈ പരിപാടിക്ക് വേണ്ടി വിജയ് എത്തേണ്ടിയിരുന്നത് ഏതാണ്ട് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ്. എന്നാൽ വിജയ് ഇവിടെ എത്തിയത് 7:30-ക്കാണ്. അതായത് ആ സമയം മുതൽ ഈ സമയം വരെയും വിജയെ കാണാനായി, അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനായി ഇത്രയും പേർ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കിടയിലേക്കാണ് വിജയ് വന്നിറങ്ങുന്നത്. അതോടുകൂടി ആളുകളെല്ലാം വിജയ്ക്ക് അരികിലേക്ക് എത്താൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടുന്നു. ഈ സുരക്ഷാ ബാരിക്കേഡുകളൊക്കെയും പോലീസ് അവിടെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അതൊക്കെയും മറികടന്നുകൊണ്ടാണ് ആളുകൾ വിജയ്ക്ക് അരികിലേക്ക് ഓടിയെത്തിയത്. അങ്ങനെ ഓടിയെത്തുമ്പോഴേക്കും തിക്കിലും തിരക്കിലും പെട്ട പലരും നിലത്തു വീണു. അവരെയൊക്കെയും ദേഹത്ത് ചവിട്ടിക്കൊണ്ടാണ് മറ്റുള്ളവർ മുന്നോട്ട് വന്നത്. അങ്ങനെ വലിയ തരത്തിൽ അവിടെ ഒരു പ്രശ്നമുണ്ടായി. അതിന് പിന്നാലെയാണ് വിജയ് തന്നെ കുഴഞ്ഞു വീണ പലരെയും ആംബുലൻസിൽ പുറത്തേക്ക് എത്തിക്കാനായി ആഹ്വാനം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം ഏതാണ്ട് 3 തവണ ഇക്കാരണം കൊണ്ട് തടസ്സപ്പെട്ടു. അതിന് പിന്നാലെയാണ് വിജയ് പിന്നീട് ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ ഈ ഒരു ആംബുലൻസ് കടത്തിവിടണം എന്നുള്ളൊരു കാര്യം വിജയ് ആവശ്യപ്പെടുന്നു. അതിന് പിന്നാലെ ഇവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. ഇപ്പോൾ വരുന്ന വിവരങ്ങൾ സത്യത്തിൽ ഭയപ്പെടുത്തുന്നതാണ്. മരണസംഖ്യ വലിയ രീതിയിൽ കൂടും എന്നുള്ള തരത്തിലേക്കുള്ള വിവരങ്ങൾ ചിലതൊക്കെയും പുറത്തു വരുന്നുണ്ട്. പലരും പല രീതിയിലുള്ള കണക്കുകൾ കാട്ടുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ 2 പേർ മരിച്ചു എന്നുള്ള വിവരമാണ് സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് 20 പേരിലധികം, ഏതാണ്ട് 30 പേരോളം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നുണ്ട്. അതിൽ തന്നെ 6 കുട്ടികൾ, 3 പേരുടെ നില അതീവ ഗുരുതരം. ഈ തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പോൾ അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു തിക്കിലും തിരക്കിലും പെട്ട ഇത്രയും പേർ മരിക്കുന്ന, അല്ലെങ്കിൽ 2 പേർ മരിച്ച് ഇത്രയും പേർക്ക് അപകടം പറ്റുന്ന തരത്തിലേക്കാണ് വിജയുടെ കരൂരിലെ പരിപാടി പോകുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, കരൂരിലെ പരിപാടിക്ക് പോലീസ് ഇന്നലെ അനുമതി നൽകിയത് ഇന്നലെ ഉച്ചയോടുകൂടി മാത്രമാണ്. കാരണം 3 സ്ഥലങ്ങൾ വിജയ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിലും സ്ഥലക്കുറവുള്ള 3 സ്ഥലങ്ങളാണ് ടിവിക്ക് അധ്യക്ഷൻ വിജയ് ആവശ്യപ്പെട്ടത് തനിക്ക് സംസാരിക്കാനായി. എന്നാൽ 3 സ്ഥലത്തും പോലീസ് അനുമതി നൽകില്ല. അതിന് പിന്നാലെയാണ് ഈ സ്ഥലത്തേക്ക് വിജയ് സംസാരിക്കാനുള്ള അനുമതി പോലീസ് നൽകുന്നത്. ഈ ഒരു പോയിന്റ് നൽകുന്നത്, ആ പോയിന്റ് നൽകുന്നു. അതിനുശേഷം സമയം തീരുമാനിക്കുന്നു. അങ്ങനെയാണ് വിജയ് ഇവിടേക്ക് എത്തുന്നത്. അങ്ങനെ 4ാമത്തെ പോയിന്റിൽ വെച്ച് പരിപാടി നടക്കുന്നു. ആ പരിപാടി നടക്കുമ്പോഴാണ് ഇത്ര വലിയൊരു ജനക്കൂട്ടം വരുന്നത്. ആയിരുന്നുവെങ്കിൽ ഈ ആളുകളെ അവിടെ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയില്ലായിരുന്നു. ഇതിൽ ടിവിക്ക് വലിയ അമർഷമുണ്ടായിരുന്നു. ഈ ഒരു ഹർജി, അതായത് പോലീസ് അനുമതി നൽകുന്നില്ല എന്ന് കാട്ടിക്കൊണ്ട് അവർ ചെന്നൈ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള, മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജി കൂടി ഈ ഘട്ടത്തിൽ പരിഗണിക്കാൻ അവിടെ നിന്ന് വരുന്നത് അത്ര ശുഭകരമായ വാർത്തയല്ല എന്ന് തോന്നുന്നു. റഹീസ്, ഈ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ആളുകളുണ്ട്. അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് ആശുപത്രിയിൽ ഇപ്പോൾ ഡോക്ടേഴ്സ്. തമിഴ്നാട് കരൂരിലാണ് തമിഴക വെട്രിക്കഴകം നേതാവ് വിജയുടെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് 2 പേർ മരിച്ചു എന്ന വാർത്ത വരുന്നത്. മരണസംഖ്യ ഉയർന്നേക്കും എന്നുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. 20-ലധികം പേർ കുഴഞ്ഞു വീണിട്ടുണ്ട്. കുഴഞ്ഞു വീണതിൽ 6 കുട്ടികളുമുണ്ട് എന്നതാണ് ഇതിലെ വേദനിപ്പിക്കുന്ന മറ്റൊരു വിവരം. ജനക്കൂട്ടം നിയന്ത്രണാതീതമായതോടെ വിജയ് പ്രസംഗം അവസാനിപ്പിച്ചു. വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടായിരുന്നില്ല. അതിൽ വിജയ് തന്നെ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.